ആനയും തയ്യൽക്കാരനും. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ ഒരു ആനയെ വളർത്തിയിരുന്നു. കുസൃതിക്കാരനായ ആനയെ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെട്ടു. ദിവസവും വൈകുന്നേരം പാപ്പാൻ അവനെ കുളിപ്പിക്കുന്നതിനായി അടുത്തുള്ള കുളത്തിലേക്ക് കൊണ്ടുപോകും. ഈ സമയത്ത് ഗ്രാമവാസികൾ അവന് കഴിക്കാനായി പഴങ്ങളും ശർക്കരയും ഓലയും എല്ലാം നൽകും. അവൻ അതെല്ലാം സന്തോഷത്തോടെ വാങ്ങി കഴിക്കുകയും ചെയ്യും. അങ്ങനെ കുളിക്കാൻ പോകുന്ന ആന വയറു നിറച്ചായിരുന്നു തിരിച്ചു മടങ്ങിയിരുന്നത്. ഈ കുളത്തിലേക്കുള്ള വഴിയരികിലായിരുന്നു ഒരു തയ്യൽക്കാരൻ തൻ്റെ തയ്യൽ കട നടത്തിയിരുന്നത്. അയാൾക്ക് ആനയെ വളരെ ഇഷ്ടമായിരുന്നു. ദിവസവും ആന കുളിച്ചു കഴിഞ്ഞ് മടങ്ങുമ്പോൾ അയാൾ പഴങ്ങൾ നൽകുക പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ആന തയ്യൽക്കടയുടെ മുന്നിലെത്തുമ്പോൾ തന്നെ പഴത്തിനായി തുമ്പിക്കൈ നീട്ടും. അപ്പോൾ തയ്യൽക്കാരൻ സന്തോഷത്തോടെ ആനയുടെ തുമ്പിക്കൈയിൽ പഴങ്ങൾ വെച്ച് നൽകും. അവൻ പഴങ്ങൾ കഴിച്ചതിന് ശേഷം തൻ്റെ തുമ്പിക്കൈ ഇളക്കി അയാൾക്ക് നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം തയ്യൽക്കാരൻ വല്ലാത്ത കോപത്തിലായിരുന്നു. തയ്ച്ച് തുണി വാങ്ങാൻ വന്ന ഒരാളുമായി പണത്തിൻ്റെ പേരിൽ അയാൾ കലഹിച്ചിരുന്നു. തയ്യൽക്കാരൻ അങ്ങനെ ദേഷ്യത്തിൽ ഇരുന്നപ്പോഴായിരുന്നു ആനയുടെ വരവ്. നടന്നതൊന്നും അറിയാത്ത ആന എന്നത്തെയും പോലെ പഴത്തിനായി തൻ്റെ തുമ്പിക്കൈ നീട്ടി. എന്നാൽ കോപത്തിലായിരുന്ന തയ്യൽക്കാരൻ മറ്റൊന്നും ചിന്തിക്കാതെ ഉടൻ തന്നെ തൻ്റെ കയ്യിലിരുന്ന സൂചി വെച്ച് ആനയുടെ തുമ്പിക്കൈയിൽ ഒരു കുത്തു കൊടുത്തു. കുത്തുകൊണ്ടത് ആന ഉടനെ വേദന കൊണ്ട് തൻ്റെ തുമ്പിക്കൈ വലിച്ചു. സൂചി കൊണ്ടുള്ള കുത്ത് അവന് നന്നായി വേദനിച്ചു. ആനയ്ക്ക് വളരെയധികം വിഷമായി. എന്നിട്ട് അവൻ ഒന്നും മിണ്ടാതെ നടന്നുപോയി. തിരിച്ചു നടന്നപ്പോൾ ആന മനസ്സിൽ കരുതി, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാണ് അയാൾ സൂചി കൊണ്ട് കുത്തിയത്? എന്തായാലും തയ്യൽക്കാരനെ നാളെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം. അടുത്ത ദിവസവും ആന പതിവ് പോലെ കുളിക്കാനായി കുളത്തിലേക്ക് പോയി. എന്നാൽ തിരിച്ചു വന്നപ്പോൾ അവൻ പാപ്പാൻ കാണാതെ കുളത്തിൽ നിന്നും തൻ്റെ തുമ്പിക്കൈ നിറയെ ചെളിവെള്ളം എടുത്തുകൊണ്ട് വന്നു. ആന തയ്യൽ കടയുടെ മുന്നിലെത്തിയപ്പോൾ തുണികൾ തയ്ക്കുന്ന തിരക്കിലായിരുന്നു തയ്യൽക്കാരൻ. ഉടനെ തന്നെ ആന തൻ്റെ തുമ്പിക്കൈയിൽ കരുതിയിരുന്ന ചെളിവെള്ളം തയ്യൽക്കാരൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ആ ചെളിവെള്ളം അയാളുടെ ദേഹത്തും അവിടെയുള്ള തുണികളിലും ഒക്കെ വീണു. അയാൾ ഞെട്ടലോടെ തലയുയർത്തി നോക്കി. അപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആനയാണ് അയാൾ കണ്ടത്. കഴിഞ്ഞ ദിവസം സൂചി കൊണ്ട് കുത്തി വേദനിപ്പിച്ചത് കൊണ്ടാണ് ആന അങ്ങനെ ചെയ്തതെന്ന് അയാൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ തയ്യൽക്കാരൻ ആനയോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഇന്നലെ നിന്നോട് ചെയ്തത് തെറ്റായിപ്പോയി. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല. അത് കേട്ടതും ആന തൻ്റെ തുമ്പിക്കൈ പൊരുക്കി തലയും കുലുക്കി അവിടെ നിന്ന് പോയി. നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത്, അതുപോലെ ആയിരിക്കും അവർ നമ്മളോട് തിരിച്ചും പെരുമാറുന്നത്.